അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറവായിരുന്നു. കാരണം ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പോന്നു, ഞാനും വൈഫും. ഇപ്പോൾ വന്നിട്ട് ഏകദേശം ഒരു 7 മാസത്തോളം കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വരുന്ന എല്ലാവർക്കും അറിയാം, ആദ്യം തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സംഭവമാണ് കാർ എന്ന് പറയുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയിൽ എങ്ങനെ കാർ എടുക്കാം, കാർ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കൂടി എൻ്റെ അനുഭവത്തിൽ നിന്ന് കേട്ടോ. കാരണം ഞാനൊരു 2 മാസത്തോളം വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ 2 മാസത്തോളം അന്വേഷിച്ച് നടന്നിട്ടാണ് ഒരു കാർ എടുത്തത്. ഞാൻ കാറിനെ കുറിച്ച് അത്ര വലിയ എക്സ്പെർട്ട് ഒന്നുമല്ല, പക്ഷെ നമ്മൾ കാർ എടുക്കുമ്പോൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക്, എക്സ്പെഷ്യലി ഈ വർക്ക് വിസയിൽ വരുന്ന ആൾക്കാർക്ക്, കാരണം 2 വർഷം 3 വർഷത്തെ കോൺട്രാക്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ എവിടെയാണെങ്കിലും, മെയിൻലി നമ്മൾ ഏതെങ്കിലും ഒരു റൂറൽ ഏരിയയിലാണെങ്കിലും നമുക്ക് കാർ അത്യാവശ്യമാണ്. ഇപ്പോൾ ഓസ്ട്രേലിയ എവിടെയാണെങ്കിലും നമുക്ക് കാർ അത്യാവശ്യമാണ് ഇവിടെ ആദ്യമായിട്ട് വന്നവർക്ക്. കാരണം നമുക്ക് ഒരുപാട് കാലം ഒന്നും പബ്ലിക് ട്രാൻസ്പോർട്ട് ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞങ്ങൾ വന്നിട്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ് കാർ എടുക്കുന്നത്. കാരണം ഞാനും വൈഫും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഫാമിലി ആയിട്ട് വരുന്ന കുട്ടികളായിട്ട് വരുന്നവർക്കാണെങ്കിൽ വണ്ടി ഇല്ലാണ്ട് ഇവിടെ ഒരു പരിപാടിയും നടക്കൂല. കാരണം സ്കൂളിൽ ആക്കാനാണെങ്കിലും ഡ്യൂട്ടിക്ക് പോകാനാണെങ്കിലും ഷോപ്പിങ്ങിനാണെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ടിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാന്ന് പറയുന്നത് ഒരുപാട് കാലം പറ്റില്ല. അതും കുട്ടികളുണ്ടെങ്കിൽ ഒട്ടും പറ്റില്ല. അപ്പോൾ നമുക്കൊരു വണ്ടി എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ആദ്യം തന്നെ ഞങ്ങൾ വന്ന് 1 മാസത്തോളം, കാരണം നമുക്ക് ഹോസ്പിറ്റൽ അക്കോമഡേഷൻ ഉണ്ടായിരുന്നു, നമ്മൾ 1 മാസത്തോളം വണ്ടീനെ കുറിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ട് ചിന്തിച്ചില്ല. പയ്യെ എടുക്കാം നോക്കി നമ്മുടെ ബഡ്ജറ്റിന് പറ്റുന്ന ഒരു വണ്ടി കിട്ടുമ്പോൾ എടുക്കാം. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ വിചാരിച്ച ഒരു 10,000 രൂപയുടെയൊക്കെ ഒരു വണ്ടി എടുക്കാം, അത് കഴിഞ്ഞിട്ട് പയ്യെ നല്ലൊരു വണ്ടിയിലേക്ക് മാറാനാണ്. പക്ഷേ ഇവിടെ 2,500 രൂപയ്ക്കും 1,500 രൂപയ്ക്കും വണ്ടി കിട്ടും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു വണ്ടി ഉദ്ദേശിക്കുന്ന എങ്കിൽ ഒരു 10,000 രൂപ 12,000 രൂപ മിനിമം 10,000 രൂപയ്ക്ക് മുകളിലോട്ട്, അതായത് $10,000 മുകളിലോട്ട് നമ്മൾ നോക്കിയാൽ മതി. ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓസ്ട്രേലിയയിൽ വന്നിട്ട് എങ്ങനെ വണ്ടി എടുക്കാം എന്നുള്ളതാണ്. ഓസ്ട്രേലിയയിൽ വണ്ടി എടുക്കാൻ ഭയങ്കര സിമ്പിളാണ്. കാരണം ഈ പറയുന്ന പോലെ അത്ര വലിയ നൂലാമാലകളൊന്നുമില്ല. പക്ഷെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിൽ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വണ്ടി പല രീതിയിൽ എടുക്കാം. ഇപ്പോൾ ഇവിടെ ഷോറൂമുകളുണ്ട്, അതായത് എല്ലാ വണ്ടിയുടെ ഷോറൂമുകളുണ്ട്. ഏകദേശം എല്ലാ വണ്ടികളുടെയും തന്നെ ഷോറൂമുകളുണ്ട്. ആ ഷോറൂമിൽ ഫസ്റ്റ് സെയിൽ പോലെ തന്നെ സെക്കൻഡ് സെയിലും ഉണ്ട്. അതിൽ നമുക്ക് വണ്ടി എടുക്കാം. പക്ഷേ ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ നമുക്ക് പുറത്തേക്കായും കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. വ്യത്യാസം ഉണ്ടാവും. ചിലതൊക്കെ റേറ്റ് കുറവായിരിക്കും, പക്ഷേ മിക്കവാറും വണ്ടികൾക്കൊക്കെ റേറ്റ് കൂടുതലായിരിക്കും. അത് നമ്മൾ നോക്കി നമ്മുടെ ഇതനുസരിച്ച് എടുക്കണം. പിന്നെ നമുക്ക് ഷോറൂമുകാരെ പോലെ തന്നെ അതായത് ടൊയോട്ട, മിസ്തൂഷി, കിയ, അങ്ങനെ എല്ലാ ബ്രാൻഡുകളുടെയും ഷോറൂം കൂടെ ഉണ്ട്. അതിൽ സെക്കൻഡ് സെയിലും ഉണ്ട്. അതേപോലെ തന്നെ പ്രൈവറ്റ് സെയിലും ഉണ്ട്. അതായത് പ്രൈവറ്റ് ആൾക്കാർ വണ്ടി എടുത്തിട്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിട്ട് വിൽക്കുന്ന സ്കീമും ഉണ്ട്. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ ചെയ്യണ പോലെ ഓട്ടോ ഗ്യാരേജ് പോലെ ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വണ്ടി എടുക്കാം. കാരണം ഓണേഴ്സും അതേപോലെ തന്നെ ഈ പറയുന്ന തേർഡ് പാർട്ടി ടീംസും മാർക്കറ്റ് പ്ലേസിൽ അഡ്വർടൈസ് ഇടും വണ്ടി വിൽക്കാനായിട്ട്. അതെടുക്കാം. അതല്ലെങ്കിൽ ബൈയിങ് സെല്ലിങ് ഗ്രൂപ്പുകൾ ഒരുപാടുണ്ട്, ആ ഗ്രൂപ്പുകളിൽ നിന്ന് എടുക്കാം. അതേപോലെ നമുക്ക് ഓൺലൈനിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ കാർ സെയിലൊക്കെ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട് ഓസ്ട്രേലിയയിൽ. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം 2-3 എണ്ണം. അതേപോലെ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വിലയുടെയും ഒരു വിവരം കുറച്ച് കിട്ടും വരുന്നതിന് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ. അങ്ങനെയുള്ള ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് നമുക്ക് എടുക്കാം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് വണ്ടികൾ ഓസ്ട്രേലിയയിൽ എടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ പല രീതിയിൽ വണ്ടി എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം നമ്മൾ വണ്ടി എടുക്കുന്നത് നമുക്ക് ഒന്നെങ്കിൽ ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻസിൽ എടുക്കാം. ഇപ്പൊ ഫിനാൻസിലാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ PR അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം എത്ര വർഷത്തേക്ക് വേണമെങ്കിലും നമുക്ക് ഫിനാൻസ് ഇടാം. പക്ഷെ നമ്മൾ വർക്ക് വിസയിൽ, ഇപ്പം ഞാനൊക്കെ വന്നിരുന്നത് വർക്ക് വിസയിലായതുകൊണ്ട് ഞങ്ങൾക്ക് വർക്ക് വിസ ഒരു കാലാവധി ഉണ്ട്. ആ കാലാവധി വരെ നമുക്ക് ഫൈനാൻസ് ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ എടുക്കുന്ന വണ്ടി ഏതാണോ അതിൻ്റെ വില അനുസരിച്ച് ഒരു എമൗണ്ട് നമ്മൾ ആദ്യം അടയ്ക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ളൊരു പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ നമുക്ക് വരും. കാരണം ഞങ്ങൾ ആദ്യം ഇവിടെ വന്നിട്ട് ഞാൻ വണ്ടി അന്വേഷിച്ച്, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും വണ്ടി അന്വേഷിച്ച് ഒരുപാട് ഷോറൂമിലൊക്കെ പോയി. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫൈനാൻസ് അതേപോലെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ ഒരു വണ്ടി കിട്ടുന്നില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അന്വേഷിച്ച അവസാനം നമ്മളൊരു ടൊയോട്ട RAV4 നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തു. പക്ഷെ നല്ല അടിപൊളി വണ്ടിയായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ എടുക്കാന്നൊക്കെ ആയി. അപ്പോൾ ഫൈനാൻസ് ചോദിച്ചു. അപ്പോൾ ഫൈനാൻസ് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ വണ്ടി നോക്കിയത് ഷോറൂമിലല്ലായിരുന്നു. അതായത് ഷോറൂമാണ്, പക്ഷെ ഒരു ബ്രാൻഡിന്റെ ഷോറൂം അല്ല, അത് പ്രൈവറ്റ് പാർട്ടി ഷോറൂമാണ്. അവർ തേർഡ് പാർട്ടി ഫിനാൻസ് ആണ് ചെയ്തത്.
ആ ഫിനാൻസ് ആയിട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. അതായത് 16.6 ആ ഫിനാൻസിന്റെ ഇൻട്രസ്റ്റ് അവർ പറഞ്ഞത്. അപ്പൊ തന്നെ ആ വണ്ടി ഞങ്ങൾ എടുത്തില്ല കേട്ടോ. ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു, കാരണം അതൊരു അഫ്ഗാനി ആയിരുന്നു. പക്ഷെ സ്നേഹം കൊണ്ടാണോ അറിയില്ല, 16.6% ഞാൻ എനിക്ക് തോന്നുന്നു നാട്ടിൽ പോലും ഇത്ര ഇൻട്രസ്റ്റ് റേറ്റിലാണ്. അതിനുശേഷം നമ്മൾ നോക്കിയ ഷോറൂമുകളിൽ എല്ലാ സ്ഥലത്തും നമുക്ക് ഈ വർക്ക് വിസയുടെ കാലാവധി ഇത്ര ഉള്ളതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ 13, 13.5, 14, 17, ഏറ്റവും കുറവ് 13.5 കേട്ടതെന്ന്. പിന്നെ മുകളിലോട്ടാണ് 14, 15. അങ്ങനെ ആ ഒരു രീതിയിലാണ് നമുക്ക് കൂടുതലും ഫൈനാൻസിന് കിട്ടുന്നത്. കാരണം ഒരു 2 വർഷം അല്ലെങ്കിൽ 1.5 വർഷം 2 വർഷം കാലാവധിയിൽ അത്രയെങ്കിലും നമുക്ക് മിനിമം വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ഒന്നെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വണ്ടി എടുക്കാനായിട്ടൊരു മിനിമം ഒരു ബഡ്ജറ്റ്, അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മാർക്കറ്റ് പ്ലേസോ അല്ലെങ്കിൽ ഈ കാർ സെയിൽസോ അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ചോ ഇവിടുത്തെ ഒരു വണ്ടിയുടെ മാർക്കറ്റ് വാല്യൂ ഒന്ന് അറിഞ്ഞു വെക്കുക. അറിഞ്ഞു വെച്ചിട്ട് ആ ഒരു വാല്യൂവിന് നിങ്ങൾക്ക് പറ്റുന്ന ഒരു വണ്ടി സെലക്ട് ചെയ്തിട്ട് 1, 2 ഒരു വണ്ടി സെലക്ട് ചെയ്തിട്ട് നാട്ടിൽ നിന്ന് വരാൻ ശ്രമിക്കുക. അതാവുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും നമ്മുടെ എന്താ പറയുക കുറേ കടമ്പ കഴിഞ്ഞിട്ട് അതിനുശേഷം നമ്മൾ ഈ വണ്ടിക്ക് ഒരു മിനിമം എമൗണ്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പാതിയെങ്കിലും അല്ലെങ്കിൽ ഒരു പാതിയെങ്കിലും എമൗണ്ട് നമുക്ക് ഫസ്റ്റ് കൊടുക്കാവുന്ന ഒരു സെറ്റപ്പിൽ നമ്മൾ നാട്ടിൽ നിന്ന് ഒരു ലോൺ എടുത്തിട്ട് വന്നാലും കുഴപ്പമില്ല. കാരണം ഇവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് അമ്മാതിരി ഇൻട്രസ്റ്റ് റേറ്റാണ്. അതായത് വർക്ക് വിസക്കാർക്ക് കണ്ടോ അത് ബാധിക്കണം. ഞാൻ PR കാരെയല്ല ഉദ്ദേശിക്കണം, വർക്ക് വിസക്കാർക്ക് അത് ബാധിക്കണം. ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് ബാധിച്ചത് കൊണ്ടാണ്. അങ്ങനെ നമ്മൾ നാട്ടിൽ നിന്ന് ഒരു ഫണ്ട് കൊണ്ടുവരാണെങ്കിൽ നമുക്കൊരു കുറച്ച് എമൗണ്ട് കൊടുത്തിട്ട് കുറച്ച് എമൗണ്ടിൽ മാത്രം ഫിനാൻസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പലിശ കുറച്ച് നമുക്ക് വലിയ ബാധ്യതകളില്ലാണ്ട് മുന്നോട്ട് പോകും. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മൾ ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് വണ്ടി എടുക്കുന്നതാണ്. ഫുൾ എമൗണ്ട് കൊടുത്ത് വണ്ടി എടുക്കുമ്പോഴും ഒരു പ്രശ്നമുണ്ട്. കാരണം പല ഷോറൂമുകാരും അവർക്ക് കുറച്ച് ലാഭം കിട്ടുന്ന കുറച്ച് വണ്ടികളുണ്ട്. ആ വണ്ടികൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കും. കാരണം ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ഏറ്റവും കൂടുതൽ സെയിലാവണ വണ്ടി എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ടൊയോട്ടയുടെ വണ്ടികളാണ്. ടൊയോട്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ടൊയോട്ട, മസ്ത, പിന്നെ അതേപോലെ ഉണ്ടായി, അങ്ങനെ എല്ലാ ബ്രാൻഡുകളുടെ വണ്ടിയാണ്. പക്ഷെ ടൊയോട്ട തന്നെയാണ് ഫസ്റ്റ് വെക്കുന്നത്. അപ്പോൾ പക്ഷേ ഈ ഞങ്ങൾ പോയ പല ഷോറൂമുകളിലും ഈ MGനെ ഒരുപാട് ഒരു പ്രൊമോട്ട് ചെയ്യും. നമുക്ക് കാര്യം മനസ്സിലായി. എനിക്ക് നല്ല വണ്ടി 2021, 22 വണ്ടികളൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ നല്ലൊരു റേറ്റിലൊക്കെ വണ്ടി കിട്ടും. അപ്പോൾ കാര്യം മനസ്സിലായില്ല. പിന്നെ മനസ്സിലായ കാരണം MG നല്ല വണ്ടികളൊക്കെ തന്നെയാണ്. പക്ഷെ MGയുടെ പ്രശ്നം റീസെയിൽ വാല്യൂ എന്ന് പറയുന്ന സംഭവം വണ്ടിക്കില്ല. അതുകൊണ്ട് ഈ വണ്ടി എടുത്ത് സെക്കൻഡിലായിട്ട് ഫസ്റ്റ് എടുക്കുമ്പോൾ അത്യാവശ്യം വിലയുണ്ട്, സെക്കൻഡിലോട്ട് വരുമ്പോൾ തീരെ വിലയില്ല MGക്ക്. അതുകൊണ്ട് തന്നെ MG മിക്കവാറും നമ്മൾ പോയ എല്ലാ ഷോറൂമിലും MG ഉണ്ടായിരുന്നു. അതേപോലെ അവർ പറയുന്ന ഒരു വിലയുണ്ട്. ആ വില അവർ ചിലപ്പോൾ ഒറ്റ വിലയിലൊക്കെ സ്റ്റിക്ക് ഓൺ ചെയ്ത് കളയും. നമ്മൾ അറിയാൻ പാടാത്തതുകൊണ്ട് ചിലപ്പോൾ പറയുമ്പോൾ ഓക്കെ എന്നൊക്കെ പറയും. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യണം. ബാർഗെയിൻ ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യണം. അവർ പറ്റില്ല എന്ന് പറഞ്ഞാൽ വേണ്ട. കാരണം നമ്മൾ റെഡി ക്യാഷ് കൊടുത്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആ ഷോറൂം അല്ലെങ്കിൽ അടുത്ത ഷോറൂം അല്ലെങ്കിൽ അടുത്ത സ്ഥലം, നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അവിടെ പോയി നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, റെഡി ക്യാഷ് കൊടുത്ത് എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കൂടി വ്യക്തമായിട്ട് പറഞ്ഞ് നമ്മുടെ ബഡ്ജറ്റിൽ നമുക്ക് അത് ഒതുക്കി വാങ്ങിക്കാൻ നമുക്ക് പരമാവധി ശ്രമിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ വണ്ടി സെയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ നാട്ടിൽ ചെയ്യുന്ന അതേ പരിപാടികൾ തന്നെ അവർ കാണിച്ചു വിട്ടിരിക്കും. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണോ അത് ഏത് വിലയ്ക്ക് കിട്ടും, അതിന്റെ വില നമുക്ക് പറഞ്ഞ പോലെ സൈറ്റുകളിലോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തോ കമ്പാരിസൺ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിക്ക് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ കുറച്ച് വിലയുണ്ട്, എന്നാൽ കുഴപ്പമില്ലാത്ത വിലയാണെന്ന് വെച്ച് എടുക്കാൻ ശ്രമിക്കരുത്. കാരണം അടുത്ത ഷോറൂമിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ ആ വണ്ടി തന്നെ ചിലപ്പോൾ അതിനേക്കാൾ കിലോമീറ്റർ കുറവുള്ള വണ്ടി അതിനേക്കാൾ കുറച്ചും കൂടി ചെറിയൊരു കുറഞ്ഞ വിലയ്ക്കോ അല്ലെങ്കിൽ നമുക്ക് സംസാരിച്ച ഇത്തിരി കൂടി ഒരു ഡിസ്കൗണ്ടർ എമൗണ്ടിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് റെഡി ക്യാഷിന് എടുക്കുമ്പോൾ വാങ്ങാണ്ടിരിക്കുക, ഒന്ന് ബാർഗെയിൻ ചെയ്യുക. ബാർഗെയിൻ ചെയ്ത് നമ്മുടെ ഒരു സ്റ്റാൻഡിലേക്ക് എത്തിക്കാൻ പറ്റുക, അടിപൊളി. പിന്നെ നമ്മൾ വണ്ടി എടുക്കാൻ പോകുമ്പോൾ മെയിനായിട്ട് നമ്മൾ വണ്ടി എടുത്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു വണ്ടി എടുത്തിട്ട് മാറ്റുമ്പോൾ നമ്മുടെ RTO സെറ്റപ്പ് ഉണ്ട്. അതായത് RTO സെറ്റപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിക്ടോറിയയിലാണ് ഈ വിക്രോഡ്സ് എന്നാണ് അതിന് പറയണേ. നമ്മുടെ നാട്ടിൽ RTO സെയിം സെറ്റപ്പ് തന്നെ. അവര് ഒരു വണ്ടി വിൽക്കാൻ പോകുമ്പോൾ അതിനൊരു റോഡ് വെർത്തി എടുക്കണം. അതായത് ആ വണ്ടി റോട്ടിൽ ഉപയോഗിക്കാൻ പറ്റും, മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ഗവൺമെന്റ് ഈ RTO അതായത് വിക്രോഡ്സിൽ നിന്ന് ഒരു പേപ്പർ, അത് ശരിക്കും ആരാണോ, അതായത് സെല്ലർ ആരാണോ അവരാണ് ചെയ്തു തരുന്നത്. പക്ഷെ അതിൽ പ്രശ്നം എന്താ, നമ്മൾ ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി അവർ തരും. പക്ഷെ ഈ ഉടായ്പ എന്ന് പറഞ്ഞ സംഭവം എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. ആ സംഭവം ഇവിടെ നല്ല രീതിയിൽ ഈ കാർ സെയിൽസിന്റെ ആൾക്കാർ നടത്തുന്നുണ്ട്. കാരണം അത്യാവശ്യം കൊള്ളാവുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ടിട്ട് വണ്ടി റോഡ് വൃത്തി ചെയ്ത് പുറത്തേക്ക് ഇറക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് തരുമ്പോൾ ഈ സാധനം മാറ്റി ചിലപ്പോൾ മെയിൻ ആ തരികട അവന്മാർ കളിക്കുന്നത് ടയറിലായിരിക്കും. അതായത് നല്ല ടയർ ഇട്ട് അവന്മാർ പണിയെടുത്തിട്ട് ചൈനീസ് ടയർ ഇട്ടിട്ട് നമുക്ക് തരും.
അത് നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, നമ്മൾ വണ്ടി എടുക്കാൻ പോയി കഴിഞ്ഞാൽ ടയർ നോക്കി വെക്കണം. കാരണം ഇവിടെ അതായത് ഓസ്ട്രേലിയനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ വിട്ട് മൊട്ട ടയർ വരെ ഇട്ടിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല. അതൊരു ഇത്ര കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടയറിന്റെ കട്ട കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടയർ മാറ്റിക്കൊള്ളണം. അത് കമ്പൽസറി ആണ് എന്തെങ്കിലും ആക്സിഡന്റോ. കാരണം ഇവിടുത്തെ റോഡുകൾ അങ്ങനത്തെയാണ്. അതുകൊണ്ട് അവർ ആ നിയമം കർശനമായിട്ട് പാലിക്കുന്നു മാത്രം. പക്ഷേ ഈ റോഡ് വൃത്തി, അതായത് ഒരു വണ്ടി നമ്മൾ ഓക്കെ പറഞ്ഞ് നമ്മൾ ഫിനാൻസ് ഒക്കെ റെഡി അല്ലെങ്കിൽ റെഡി ക്യാഷ് കൊടുത്ത വണ്ടി എടുക്കാനാകുമ്പോൾ റോഡ് വൃത്തി ചെയ്യണം. റോഡ് വൃത്തി ചെയ്യേണ്ടത് ആ സെല്ലറാണ് ചെയ്യണത്. അവർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ചെറിയൊരു ഉടായ്പുള്ളവർ നടത്തും. കാരണം ചില പാർട്സുകളൊക്കെ അവർ പുതിയത് വെച്ച് റോഡ് വൃത്തി ചെയ്തിട്ട് അത് മാറ്റി നമുക്ക് വരുമ്പോൾ ചിലപ്പോൾ പഴയതായിരിക്കും തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം വണ്ടി എടുക്കാനായിട്ട്. മെയിനായിട്ട് ടയറുകളാണ്, പിന്നെ എഞ്ചിൻ സൈഡും സാധനങ്ങളൊക്കെ നോക്കണം. പിന്നെ ഇവിടെ ഒരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടി എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ റോഡ് വൃത്തി എടുത്തതിന് ശേഷം 3 മാസം, അത് ഇവിടുത്തെ ഒരു ലോ ആണ്, 3 മാസമോ അല്ലെങ്കിൽ 5000 കിലോമീറ്ററിനുള്ളിൽ ആ വണ്ടിക്ക് എന്തെങ്കിലും മേജർ കംപ്ലൈന്റുകൾ ഉണ്ടായാൽ ഒന്നെങ്കിൽ അത് ശരിയാക്കി കൊടുക്കണം, അതല്ലാന്ന് ശരിയാക്കാൻ പറ്റിയില്ലെങ്കിൽ വണ്ടി റീപ്ലേസ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് ഒരു ഗവൺമെന്റ് ലോ ആണ്. അത് ഒന്നെങ്കിൽ 3 മാസം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5000 കിലോമീറ്റർ. അതുകൊണ്ട് തന്നെ വണ്ടി നമ്മൾ പുതിയത് എടുക്കുമ്പോൾ അത്ര വലിയ പേടിക്കേണ്ട കേസുമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ, കാരണം ഓൾറെഡി ഈ പറയുന്ന പോലെ വണ്ടി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ റോഡ് വൃത്തി എടുത്ത് നമുക്ക് തരുന്നത് അവർ ഓൾറെഡി എല്ലാ ചെക്കപ്പും ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. പക്ഷെ നമ്മൾ വണ്ടി കിട്ടിയതിന് ശേഷം വീണ്ടും നമ്മുടേതായിട്ടൊരു ചെക്കപ്പും കൂടി വണ്ടിയിൽ നടത്താം. അങ്ങനെ നടത്തുമ്പോൾ എന്തെങ്കിലും പ്രശ്നം അവർ കാണാത്ത പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 3 മാസത്തിനുള്ളിൽ നമുക്ക് ക്ലെയിം ചെയ്യാം, അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഈ 3 മാസം അല്ലെങ്കിൽ 5000 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം നിലയിൽ ചെയ്തോളണം. പിന്നെ അതേപോലെ തന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റെജോ എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ, വണ്ടിയുടെ രജിസ്ട്രേഷൻ, അത് മിക്കവാറും അത് നമുക്ക് സെല്ലർ തന്നെ എടുത്ത് ഉണ്ടാവും. വണ്ടി വിൽക്കുമ്പോൾ അത് ഉണ്ടാവണതാണ്. മിക്കവാറും ഒരു 3 മാസമായിരിക്കും എടുത്ത് തരുന്നത്. അത് നമ്മൾ എടുത്തതിന് ശേഷം നമുക്കത് 6 മാസമോ അല്ലെങ്കിൽ 1 വർഷത്തേക്ക്, എല്ലാവരും 1 വർഷത്തേക്ക് ചെയ്ത് തരണം. 1 വർഷത്തേക്ക് ചെയ്തിട്ട് അത്രയും നല്ലത്. ഇവിടെ വണ്ടി എടുക്കാൻ പോകുമ്പോൾ നമുക്ക് വണ്ടി എടുക്കാനായിട്ട് മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ, ഞങ്ങളുടെ കേസിലായിരുന്നെങ്കിൽ പാസ്പോർട്ട്, അതേപോലെ നമ്മുടെ റെന്റൽ അഗ്രിമെന്റ്, അതേപോലെ ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് ഡീറ്റെയിൽസ്, അതേപോലെ നമ്മുടെ 3 മാസം ഞങ്ങൾക്ക് ഫിനാൻസ് ഉണ്ടായതുകൊണ്ട് 3 ആഴ്ച, അതായത് 3 ഫോർട്ട്നൈറ്റിലെ സാലറി സ്ലിപ്പാണ് അവർ ചോദിച്ചത്. ഇത്രയും കാര്യങ്ങൾ വെച്ച് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും എടുത്തിട്ട് നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റും എന്നുള്ളൊരു ഇതൊക്കെ എടുത്ത് നമുക്ക് എത്ര വെച്ച് വരും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫിനാൻസ് നമുക്ക് റെഡിയായി നമ്മൾ വണ്ടി എടുത്തു. അങ്ങനെയാണ് ഇവിടെ വണ്ടി എടുക്കുന്നത്. പിന്നെ ഇവിടെ ഒരു കാര്യം ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇന്റർനാഷണൽ ലൈസൻസ് എടുത്തുകൊണ്ട് വരും. ഓസ്ട്രേലിയക്ക് അതിൻ്റെ ഒരു ആവശ്യമേ ഇല്ല. കാരണം വെറുതെ 2500 രൂപ 3000 രൂപ കൊടുത്തിട്ട് മറ്റേ ഇന്റർനാഷണൽ ലൈസൻസ് കൺവേർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. എന്തിനാന്ന് എനിക്കത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഒരു സ്ഥലത്തും അത് ചോദിച്ചില്ല. വണ്ടി എടുക്കാൻ പോയപ്പോഴും ഒരു ചോദിച്ചില്ല, ലൈസൻസ് എടുക്കാൻ പോയപ്പോഴും ഒരു ചോദിച്ചില്ല, ക്ലൈന്റ് ID എടുക്കാൻ പോയപ്പോഴും ചോദിച്ചില്ല. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം കൂടി, നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് ക്ലൈന്റ് ID എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് വേണം. ക്ലൈന്റ് ID എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ടും നമ്മുടെ ലൈസൻസും നമ്മൾ ഈ വിക് റോഡ്സിൽ, അതായത് ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വിക്ടോറിയ ആണ്. അതേപോലെ ഓസ്ട്രേലിയയിലെ ഓരോ സ്റ്റേറ്റിനും ഓരോ ഓഫീസുകളുണ്ട്. അതായത് ഈ നമ്മുടെ നാട്ടിലെ RTO സെറ്റപ്പ് തന്നെ ട്രാൻസ്പോർട്ടായിട്ട് ബന്ധപ്പെട്ടത്. ആ ഓഫീസിൽ ചെന്ന് നമ്മുടെ പാസ്പോർട്ടും നമ്മുടെ ലൈസൻസും, അത് നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് മതി, ഡ്രൈവിംഗ് ലൈസൻസ് മതി, അതും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർ അതിൽ രജിസ്റ്റർ ചെയ്ത ഒരു ക്ലൈന്റ് ID തരും. ആ ക്ലൈന്റ് ID കൂടി നമുക്ക് വണ്ടി എടുക്കാൻ പോകുമ്പോൾ വേണം. മെയിനായിട്ട് ഫിനാൻസ് ചെയ്യുമ്പോൾ അതും കൂടി നമുക്ക് വേണം. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ വണ്ടി എടുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. അതായത് ഞാൻ നിങ്ങളോട് ഒന്നുകൂടി പറയുകയാണെങ്കിൽ, നിങ്ങൾ വണ്ടി, അതായത് മെയിനായിട്ട് വർക്ക് വിസയിൽ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വണ്ടി ഇവിടെ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പറയുന്ന പോലെ ഷോറൂമുകളിൽ നിങ്ങൾക്ക് മെയിൽ അയച്ചോ വിളിച്ചോ അന്വേഷിക്കാം. ഫണ്ട് വന്നതിന് ശേഷം ട്രാൻസ്ഫർ ചെയ്യാം, അങ്ങനെ എടുക്കാം. ഷോറൂമുകളിൽ ഡയറക്റ്റ് വിളിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടി സെലക്ട് ചെയ്ത് വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പരിചയക്കാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വെച്ചൊന്ന് അന്വേഷിപ്പിക്കുക. അതും അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഫിനാൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ വരുന്നതിന് മുമ്പ് മെഡ്ഫൈൻ, അതായത് നാബ് ബാങ്കിന്റെ കീഴിൽ വരുന്നൊരു ബാങ്കാണ്. അവർ ഈ പറയുന്ന പോലെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് നല്ല, അതായത് ഏറ്റവും പലിശ കുറഞ്ഞ് ഫിനാൻസ് ചെയ്യുന്നത് അവരാണ്. അപ്പോൾ അവർക്കൊരു മെയിൽ അയച്ചത്, കാരണം അവരുടെ പ്രോസസ്സിങ് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നാട്ടിൽ നിന്ന് വന്നേക്കായി മുമ്പേ അവർക്കൊന്ന് മെയിൽ അയച്ചിട്ട് ഒരു ഫിനാൻസ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എടുക്കാം. പിന്നെ ഒരു രീതിയിലും കൂടി നിങ്ങൾക്ക് വണ്ടി എടുക്കാം. വണ്ടി എടുക്കാന്ന് പറഞ്ഞാൽ ലീസിന് എടുക്കാം. അതായത് ഇപ്പോൾ ഹെൽത്ത് കെയർ വർക്കർ, അതേപോലെ IT, അങ്ങനെ സാലറി ഇത് കിട്ടുന്നത്, സേവർ കിട്ടുന്നത്, അതായത് ടാക്സ് സേവർ കിട്ടുന്നവർക്ക്, ഇപ്പോൾ മാക്സി, ഇപ്പോൾ വിക്ടോറിയ ആണെങ്കിൽ മാക്സിയ എന്ന് പറഞ്ഞൊരു സംഭവമാണ് ടാക്സ് സേവർ. അതിൽ
ഈ മാക്സി ഉള്ളവർക്ക് ലീസിന് വണ്ടി എടുക്കാം. അതായത് മാക്സിയെ തന്നെ അതിൻ്റെ പിന്നെ മാക്സിക്ക് ഒരു പേയ്മെൻറ്റ് നിങ്ങളുടെ സാലറിയിൽ നിന്ന് അവരത് പിടിച്ചോളും. അതായത് ടാക്സിന് മുമ്പുള്ള ഒരു എമൗണ്ട് ആയിട്ട് അവരത് പിടിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റിൻ്റെ കൂട്ടത്തിൽ വണ്ടി കൂടിയും എടുക്കാം. പക്ഷെ അത് കൂടുതലും ലീസാണ് എടുക്കുന്നത്. ലീസിനാണ് അവർ വണ്ടി തരുന്നത്. അതായത് ഇത്ര കാലാവധിയിലേക്കാണ് വണ്ടി തരുന്നത്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ആ എമൗണ്ട് അടച്ച് ആ വണ്ടി എടുക്കാം. അങ്ങനെ ഒരു സെറ്റപ്പും ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വേറെ ഒരു വീഡിയോയിൽ പറയാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മെയിനായിട്ട് വർക്ക് വിസക്കാർ നിങ്ങൾ നാട്ടിൽ നിന്ന് വന്നേക്കായി മുമ്പേ അതിനെക്കുറിച്ചൊന്ന് പ്രിപ്പയർ ആയിട്ടിരിക്കുക. കാരണം നമ്മൾ മെയിൻലി ഫിനാൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാടാണ്. ഇപ്പോൾ ഈ വിക്ടോറിയൻ സൈഡിൽ, അതായത് ഞാൻ ബാക്കിയുള്ള സൈഡിൽ എങ്ങനെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷേ വിക്ടോറിയയിൽ ഇപ്പോൾ ഞാൻ അന്വേഷിച്ചിടത്തോളം പലിശ കുറച്ച് കൂടുതലാണ് നമ്മൾ ഫിനാൻസ് ഇടുമ്പോൾ, ഈ അധികം ടൈമില്ലെങ്കിൽ. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് ഒന്ന് സെറ്റാക്കി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് വണ്ടി എടുക്കാൻ പോയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഓൾമോസ്റ്റ് എനിക്ക് അനുഭവപ്പെട്ടതും എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചോ. എനിക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ ഒരു കാര്യം കൂടി, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ ഓസ്ട്രേലിയൻ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. Congratulations. Thank you very much. Enjoy. Yeah. Beautiful baby here. New baby in the house now. Yeah. Thank you so much. That's it. Yeah. Enjoy your motoring. Thank you.